കുളിക്കാണ്ട് അടുക്കളയിൽ കിടക്കുന്ന കുടുംബിനികളുടെ പ്രതിനിധിയായ രശ്മി രമേശ് ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞി മോർണിംഗ് വ്ലോഗായിട്ടാണ് കേട്ടോ. ഇന്നലെ ഞങ്ങളുടെ തറവാട്ടിൽ നേദ്യം വെപ്പൊക്കെ ആയിരുന്നേ മണ്ഡപത്തിൽ. അപ്പോൾ അവിടെ നിന്ന് 2-3 ഇളനീര് കൊണ്ടുവന്നിരുന്നു ഏട്ടൻ രാവിലെ തൊഴാൻ പോയപ്പോൾ, വിളക്ക് വയ്ക്കാൻ പോയപ്പോൾ. അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം ഞാൻ അങ്ങോട്ട് കുടിച്ചു. ഞാനത് കുടിച്ചേം പാട് എൻ്റെ കെട്ടിയോൻ്റെ പുറപ്പെടലെല്ലാം കഴിഞ്ഞ് പണിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഏട്ടനുള്ള ചായ ചൂടാക്കി ഇപ്പോൾ കൈക്കലായ കാണാനില്ല. അപ്പോൾ ഞാൻ ഇട്ട തുണി വെച്ച് തന്നെ പാത്രമൊക്കെ പിടിച്ച് ഏട്ടനുള്ള ചായ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് എളുപ്പ പണികളാണ്, നല്ല സുഖമാണ്. ഇന്നലത്തെ കൂട്ടാൻ ബാക്കിയിരിപ്പുണ്ട്, ഇന്നലത്തെയും മിഞ്ഞാന്നത്തി ഉണക്കൽ പുളിയുണ്ട്, കുറച്ച് കുമ്പളഞ്ഞയും ചേമ്പൂട്ട് വെറുതെ പുളിയാക്കൂലേ അങ്ങനെ ഒരു കറിയുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കൂട്ടാനായിട്ട് മീൻ നമ്മൾ മേടിച്ചിട്ടുണ്ട്. സീഡി മുള്ളൻ കേട്ടോ, കുഞ്ഞു കുഞ്ഞു സീഡി മീനാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറേ ആയി സീഡി മീൻ കൂട്ടിയിട്ടും. അപ്പോൾ അത് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഉണ്ണിയോൾ 2 ആളും എണീറ്റിട്ടില്ല. ഇന്നലെ നേരിവേപ്പെല്ലാം കഴിഞ്ഞ് പിന്നെ കുറേ തള്ളി മറിച്ച് എന്തൊക്കെയോ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ കിടന്ന്. അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ എന്തോരം വട്ടം വിളിച്ചിട്ട് എണീക്കണില്ല. ഇന്ന് ഇത്തിരി നേരത്തെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോകണമെന്ന് കരുതിയാണ്. എല്ലാ പ്ലാനിങ്ങും വെള്ളത്തിലായി. ഇനി എന്തായാലും നാളെ പോകാമെന്ന് ഓർത്തു. പച്ചു സുധാ എണീറ്റ് വന്നിട്ടുണ്ട്. എണീറ്റാൻ പാട് ഞാൻ വേഗം പോയി പല്ല് തേച്ച് കുളിച്ച് വന്നു കഴിഞ്ഞാൽ അമ്മ നല്ല അട ചുട്ട് തരാമെന്നൊക്കെ പറഞ്ഞ് അവനെ എങ്ങനെയൊക്കെയോ പല്ല് തേക്കാൻ വേണ്ടി വിട്ടു. പക്ഷെ പല്ല് തേപ്പ് മാത്രമേ കഴിച്ച് വന്നുള്ളൂ. കുളി അവിടെ പെൻഡിങ്ങായി. പിന്നെ കുളിക്കാത്ത എനിക്ക് എത്ര പ്രാവശ്യം ഓരെയൊക്കെ കുളിപ്പിക്കാൻ നിർബന്ധിക്കാൻ പറ്റും. അടുക്കും ചിട്ടയും കൃത്യതയൊക്കെ ജീവിതത്തിൽ വളരെ നല്ലതാണ്. എന്നും വെച്ചിട്ട് എപ്പോഴും കുട്ടികളെ ഇങ്ങനെ കൃത്യം കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവറ്റങ്ങൾക്കും മടുപ്പ് വന്നാലോ, അവർക്ക് അവരുടേതായ ഒരു ഫ്രീ ടൈമിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവില്ലല്ലേ. അപ്പോഴത്തേക്കും എൻ്റെ വലിയ നീച്ച് വന്നേണ് കേട്ടോ. പോലെ എന്തോ തക്കടിച്ചാണ്, അതെന്താ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അകത്തുനിന്ന് മീൻ നന്നാക്കണേനാ തോന്നുന്നു, എന്തൊക്കെയോ എന്നെ പറഞ്ഞു. അപ്പോൾ നീ ആരടാ എന്നെ ഉപദേശിക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ 2 ചവിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. മെല്ലെ, ഉറക്കൊന്നുമല്ല, ദേഷ്യം വന്നിട്ടില്ലല്ലോ, ഇത് സ്നേഹത്തോടുള്ള ചവിട്ടാണ് കേട്ടോ. അപ്പോഴത്തേക്കും എൻ്റെ എഴുത്തിയമ്മ അപ്പുറത്ത് കൂടെ എന്തിനോ പോയപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെയോ വർത്താനം പറയണം. അപ്പോൾ എഴുത്തിയമ്മ അടുത്ത് കുറേ നേരം തള്ളി മറിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ കയറിയത്. ഇത് ഇങ്ങോട്ട് കഴിച്ചിട്ട് വേണം ടിഫിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാനായിട്ട്. സാധാരണ ഞാൻ ടിഫിൻ ആക്കിയതിന് ശേഷമാണ് മീനിലേക്കൊക്കെ തൊടാറ്. പൊന്നോള് ഇത്രയും നേരത്തെ എണീക്കൊന്നും കരുതിയില്ല, സ്കൂളില്ലാത്തല്ലേ. വിളിച്ചിട്ട് നേരത്തെ നീച്ചില്ല, അതാണ് മെയിൻ കാര്യം. അപ്പോൾ ആദ്യം എനിക്കൊരു തേങ്ങ പൊളിച്ച് ചിരകി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതിലൊരു 1.5 പൊട്ട് ശർക്കര, ഒരു ശർക്കരയും 1/2 പൊട്ട് ശർക്കരയും ഇങ്ങനെ ചുരണ്ടിയിട്ടിട്ട് അടയ്ക്ക് പാകമാക്കുകയാണ്. അപ്പോഴത്തേക്കും മക്കൾക്ക് ചായ ആക്കി കൊടുത്തു. അവർ ഓരോ ഗ്ലാസ് ചായ കുടിച്ചു കേട്ടോ. പിന്നെ കുറച്ച് വാഴയിലയും കുറച്ച് പൊടിണിയിലയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു പരന്ന പാനിലും പിന്നെ നമ്മുടെ സാധാ ഒരു കുട്ടി വട്ട പാനിലും കൂടെ ഇത് ചുട്ടാണെന്ന് ടിഫൻ ആക്കുന്നത്. സാധാരണ നമ്മൾ അട ഇങ്ങനെ ആവിയിൽ വേവിക്കല്ലേ ചെയ്യൽ, ഇതിപ്പോൾ നമ്മളിങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഞാൻ ഗോതമ്പട ഇങ്ങനെ ചുട്ടുണ്ടാക്കാറുണ്ട്, ചെരിഞ്ഞിട്ടൊക്കെ ഉണ്ണൊക്കെ ചായക്കും. പക്ഷെ ഇതുപോലെ നമ്മുടെ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന അട ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് ആവിയിൽ വേവിക്കുന്നേക്കാളും ഇഷ്ടമായി കേട്ടോ. എന്ന് വെച്ചാൽ നല്ല നല്ല മയമുണ്ട്, നല്ല പ്രത്യേക മണമാണ്. നമ്മൾ ആവിയിൽ വേവിക്കുന്നതിനേക്കാളും ഇടയ്ക്കൊരു വെറൈറ്റി സ്മെല്ല്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, ഭയങ്കര ഇഷ്ടമായി. അതിങ്ങനെ എന്താ പറയുക, ചെറു തീയെ കിടന്നിങ്ങനെ മൊരിയുമ്പോഴത്തേക്കും ആ ഇലയുടെ ആ ഒരു ഫ്ലേവർ ഇങ്ങനെ പൊന്തി വരികയാണ്. പൊടുണ്ണിയാട ഉണ്ടല്ലോ, ആദ്യമത്തെ ഗ്യാസ് ആ ഒരു അടുപ്പയിൽ ഞാൻ കമ്മിയാക്കാൻ വിട്ടോട് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു. പക്ഷെ അടയ്ക്കൊരു പ്രശ്നമില്ല, പൊടുണ്ണിയുടെ ഇല ഇങ്ങനെ പൊടിയാനാൻ പാകമായിട്ടുണ്ട്. പക്ഷെ ആടയാണ് ഞാൻ കഴിച്ചത്, അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 ചട്ടിയിലുള്ള അടകളെല്ലാം ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നോക്കിയേ, നല്ല ഭംഗിയില്ലേ കാണാൻ, ഉള്ളൊക്കെ ഇങ്ങനെ മൊരിഞ്ഞിരിക്കുക, കരിഞ്ഞിട്ടൊന്നല്ല കേട്ടോ. ആ ഇല കണ്ടോ, ഇങ്ങനെ കറുത്ത് പൊടിഞ്ഞു പോരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആടയൊക്കെ നല്ല പരുവമായി വെന്ത് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് കഴിച്ചാൽ മതി. നോക്കി ഫസ്റ്റ് ടൈമാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത്, എങ്ങനെയാവും എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടല്ലോ, നമ്മുടെ അരിപ്പൊടി കൊണ്ട് ഇങ്ങനെ ചുട്ടട ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി വെക്കൂ കേട്ടോ. നല്ല എളുപ്പമാണ്. നമുക്ക് പാത്രങ്ങളൊന്നും ഒരുപാട് കഴുകിയെടുക്കുകയൊന്നും വേണ്ട. ഈ പാത്രത്തിലാണെങ്കിൽ എന്ത് പാത്രം കഴുകണം. ഞാനിപ്പോൾ ഇത് എളുപ്പമാക്കാൻ വേണ്ടി 2 ചട്ടി വെച്ചു എന്നേ ഉള്ളൂ. ഒരു വലിയ ചട്ടി വെച്ചാൽ തന്നെ നമുക്കിത് 2 തവണയാക്കി പെട്ടെന്ന് ചുട്ടെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്യൂ. ഇതിപ്പോൾ ശർക്കരയും തേങ്ങയും ഇട്ടിട്ടുള്ള അടയാണ്. നമ്മുടെ തേങ്ങയും അതുപോലെ
വെറും പഞ്ചസാര ഇട്ടിട്ടുണ്ടാക്കൂലേ അങ്ങനെ ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വെറും തേങ്ങ നടുക ഇട്ടിട്ട് ഇത്തിരി ഉപ്പിട്ടിട്ട് നമ്മുടെ ഈ ഒരു അരിപ്പൊടി കുഴച്ചിട്ട് അങ്ങനെയും ചുട്ടെടുക്കുക. എങ്ങനെ വേണം ചുട്ടെടുക്കുക. അരിപ്പൊടിയിൽ നല്ല മയം ഉണ്ടെന്നാണ് പറയണത്. പിന്നെ ഒരു വെറൈറ്റി ടേസ്റ്റും ഗുണവും ഒക്കെ കിട്ടിയിട്ടാ. വാഴയുടെ ഇലയും പൊടുണ്ണിയുടെ ഇലയാണ് എനിക്ക് ആദ്യം തിന്നാൻ തോന്നിയത് ഇല മണം വന്നപ്പോഴത്തേക്കും. ഈ ഒരു മാവ് ഞാൻ അടയ്ക്കും വേണ്ടി കുഴച്ചല്ല കേട്ടോ, ഇന്നലെ നൂലുപുട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ബാക്കി മാവ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചാണ്. അപ്പോൾ അതെടുത്തിട്ട് ഇന്നത്തെ ടിഫിൻ തട്ടിക്കൂട്ടിയതാണേ. അപ്പോഴത്തേക്കും നമ്മൾ മീനൊക്കെ നന്നാക്കി വെച്ചാൽ നല്ല അരപ്പൊക്കെ ഇട്ട് അങ്ങ് പനച്ച് വെച്ചു. എന്നാൽ പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് അരപ്പൊക്കെ പെട്ടെന്ന് പിടിച്ചോളുമല്ലോ. എന്നിട്ടാണ് ടിഫിൻ കഴിക്കാൻ നിന്നത്. അമ്മ കഴിക്കുമ്പോൾ തന്നെ ഞങ്ങളും കഴിക്കണമെന്ന് പറഞ്ഞിട്ട് വെറും ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് രണ്ടും കൂടെ ടി വിയുടെ മുന്നിലായിരുന്നു. പിന്നെ ഞാൻ കൂക്കി ചേർത്ത് കുടിച്ചു. എനിക്ക് നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും ഇലയട കഴിക്കാൻ പോവുകയാണ്. ഞാൻ കണ്ടില്ലേ നമ്മുടെ ആ കരിഞ്ഞ പൊടുണ്ണി ഇലയത്തെ അടയാണ് എടുത്തത്. ആദ്യം ആ ദിവസവും വാഴയുടെ ഇലയത്തെ എടുത്ത്. ഓർക്ക് വാഴയുടെ ഇലയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. ഏട്ടന് രാവിലെ അങ്ങനെ പോയാണ്. ഞാൻ എന്നിപ്പോൾ കറിയിട്ട് ടിഫിനൊന്നും ആക്കൂല. ഉണ്ണിയോൾക്ക് രാവിലെ ഒരു ഗ്ലാസ് ചായയും കൊടുത്തിട്ട് മീൻ വറുത്ത് ചോറ് കൊടുക്കുക പെട്ടെന്നൊക്കെയാണ് ഓർത്ത്. അടാന്നുള്ള പ്ലാനിങ് പെട്ടെന്നുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനെ വിളിച്ചിരുന്നു. അപ്പോൾ ഇതുവഴി വരാം, ഒരു വല്ല ട്രിപ്പും കിട്ടുകയാണെങ്കിൽ കഴിക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ വറുക്കൽ തദൃശ്യം നടക്കുന്നുണ്ട്. ഇടയിൽ അച്ചൂട്ടൻ ഒരടേ കഴിച്ചുള്ളൂ. പിന്നെ ഒരട എടുത്തിട്ട് പകുതി തിന്നിട്ട് എനിക്ക് ചോറ് മതി അമ്മേന്ന്. അവന് മീൻ വറുക്കുന്നതുകൊണ്ടാണ്, അട ഇഷ്ടപ്പെടാത്തതുകൊണ്ടൊന്നല്ല. അപ്പോൾ അവൻ്റെ അടയുടെ ബാക്കി കൂടെ ഞാൻ തന്നെ കഴിച്ചിട്ടുണ്ട്. നമ്മളത് വേസ്റ്റ് ആക്കാൻ പറ്റൂലല്ലോ. നമ്മളെ നല്ല പുതിയ ഇരുമ്പ് ചട്ടിയിലാണ് നമ്മൾ മീനൊക്കെ വറുക്കുന്നത് കേട്ടോ. ഈ ഒരു ചട്ടിയിൽ ഉപ്പേരിയാണേലും മീനാണേലും ഒക്കെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. നോൺ സ്റ്റിക്കിനേക്കാളും നല്ല ചട്ടിയാണ്, പെട്ടെന്ന് ആവുകയും ചെയ്യും. പിന്നെ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുന്നത് നല്ല ഗുണമാണ് എന്നാണ് എല്ലാവരും പറയാറൊക്കെ അല്ലേ. ഞാനേട്ടനെ ഇലയട കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഏട്ടൻ പറയാണ് ഇലയടയൊക്കെ കഴിക്കാം, പക്ഷെ ഞാൻ വരുമ്പോഴത്തേക്ക് ഈ ഒന്ന് കുളിച്ച് നിൽക്കണം. എൻ്റെ ആ പുഴുത്ത് നിൽക്കണ രൂപം കണ്ടാൽ തന്നെ തിന്നാൻ തോന്നൂല. എന്താല്ലേ ഓരോക്കെ ഒരു വർത്താനോ. അതൊക്കെ അത്ര ഇഷ്ടപ്പെടുകയൊന്നും ചെയ്തില്ല, എന്നാലും അത് ശരിയാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കുളി അങ്ങോട്ട് പാസ്സാക്കിയിട്ടാണ്. അപ്പോഴത്തേക്ക് ഏട്ടൻ വന്നു. ഏട്ടൻ അടയൊക്കെ കഴിച്ചു. കുറേ വൈകിയാണ് വന്നത്, ഉച്ചൂണിൻ്റെ സമയത്താണ് വന്നത്. അതുകൊണ്ട് അട കഴിക്കൽ കഴിഞ്ഞ പാട് ഞാൻ ചോറ് കൊടുത്തിട്ടുണ്ട്. ചോറിലേക്ക് കുമ്പളങ്ങയും ചേമ്പുറിനെയും കറിയാണ് കൊടുക്കുന്നത്. ഞാനും അച്ചൂട്ടനും ആദ്യം പുളിയാണ് കൂട്ടിയത് കേട്ടോ. പിന്നെ മീൻ വറുത്തതും വെച്ച് കൊടുത്തു. അത്ര തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മീൻ ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും വേണമെന്ന് ഇവിടെ ഉള്ളവർക്ക് ഇല്ല താനും. അപ്പോൾ അത് അച്ചയ്ക്ക് കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ടോ ഒക്കെ ചോദിച്ചാണേ. പിന്നെ എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണ്ടായിരുന്നു. അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി റൂമിൽ പോയപ്പോഴത്തേക്കും എനിക്ക് ഉറക്കം വരിക. അപ്പോൾ ഉറക്കത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി തൽക്കാലം ഒന്ന് പുറത്തിറങ്ങിയാണേ. എനിക്ക് ചോദിക്കാൻ പറ്റില്ല. ചോദിക്കണം ഞാൻ കുട്ടികളോട് പട്ടിയെന്ന് മറുപടി ഇല്ലാന്ന്. ഊഞ്ഞാലയുടെ താഴെ കടന്ന പട്ടിയുടെ കുട്ടികൾ എന്തേന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതിനെന്നെ കളിയാക്കിയതാണ് ഇപ്പം നിങ്ങൾ കേട്ടത്. ഇതിൻ്റെ മേലെ നിൽക്കണ ഒന്ന് പഴുത്ത മാരിയുണ്ട്, അതൊന്ന് അതതിൻ്റെ മുകളിലോ അതാ വലുത്. അത് പഴുത്തണ്ണോ? ആ ഇല്ലല്ലോ. ഇല്ലല്ലോ, തൊട്ടാ എന്താവണില്ലല്ലോ. ആ എന്നാ ആയിട്ടില്ല. ഏത്? ആ ഇതില്ലേ കളറ് കണ്ടുണ്ട്. അയ്യോ ദൈവമേ, അതെങ്കിലും ആയാൽ മതിയായിരുന്നു. ഇക്കാൻ വെറുതെ കണ്ടാണോ? വേണ്ടതില്ല. അപ്പൊ ആയിട്ടുണ്ടാവില്ല. ആ അർത്ഥച്ചാവുണ്ടാവും. പിന്നെ കുറച്ച് നേരം ഞാനും അച്ചൂട്ടനും മാറി മാറി ഊഞ്ഞാലൊക്കെ ഇങ്ങോട്ട് ആടിട്ടോ. ഏട്ടനും ആദ്യം കൊലയത്തിരുന്ന് ടി വി കാണാണേ. ഈനാമ്പഴത്തിന്റെ കൊമ്പ് പൊട്ടീനോ? എവിടെ? ഇത് വളഞ്ഞിട്ടല്ലേ ആണോ? കുഞ്ഞു വ്ളോഗായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ ഫാമിലിയും നമ്മുടെ വ്ളോഗും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കൂടെ കൂട്ടി വയ്ക്കണേ.